കൂട്ടുകാരെ, പൊൻവെയിലിൻ്റെ നിറമുള്ള മുക്കുറ്റിപ്പൂക്കളെയും പൂനിലാവ് നുകർന്ന തുമ്പപ്പൂക്കുനെയും സന്ധ്യയുടെ ഭംഗി ആവാഹിച്ചെടുത്ത ജമന്തിപ്പൂക്കളെയും മഞ്ഞ നക്ഷത്രത്തെപ്പോലെ വേലിയിൽ വിളങ്ങി നിൽക്കുന്ന കോളാമ്പിപ്പൂക്കളെയും കാറ്റത്ത് സുഗന്ധം പൊഴിച്ചുകൊണ്ടുള്ള പനിനീർമലരുകളെയൊക്കെ കുറിച്ച് അവയൊക്കെ തൻ്റെ സ്വപ്നങ്ങൾ, അതായത് മണ്ണിൻ്റെ സ്വപ്നങ്ങൾ ആണെന്ന് കവി പ്രതിപാദിച്ച മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുടെ അടുത്തൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജ്ജ വേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നിൽ വിരിഞ്ഞു നിൽക്കേണ്ട പൂക്കൾ, അവയുടെ ഭംഗി, അതായത് ഭംഗി നിറഞ്ഞ പൂക്കൾ, അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ മണ്ണിൽ തന്നെയാണ് കുരുക്കുന്നത് എന്നുള്ള മണ്ണിൻ്റെ ഒരു അഭിമാനം, അതൊക്കെ ഈ കവിതയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പൂക്കളുടെയൊക്കെ പ്രത്യേകത, അത് കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യോത്തരങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഓരോ പൂക്കളുടെയും പ്രത്യേകതകൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഇത് ഇങ്ങനെയൊക്കെ തന്നെ വേണം, ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ് മണ്ണിൻ്റെ ഒരാഗ്രഹം. നമുക്ക് അടുത്ത 4 വരിയിലേക്ക് പോകാം. അപ്പോൾ ഇനിയുള്ള പൂക്കളെക്കുറിച്ച്: രാത്രി പറ്റ കുരുക്കുത്തി മുല്ലകൾ, രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ, ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ. ഇപ്പം എന്താണ്? രാത്രി പറ്റ കുരുക്കുത്തി മുല്ലകൾ. കുരുക്കുത്തി മുല്ല എന്ന് പറയുന്നത് മുല്ലപ്പൂവാണ്. മുല്ലപ്പൂ തന്നെ ഒരുപാട് സൈസ് ഉണ്ട്. പണ്ടൊക്കെയുള്ള അരിമുല്ല ഇല്ലാത്ത വീടുകളിൽ അരിമുല്ല, പിന്നെ കുടമുല്ല, അത് വളരെ പിന്നെ വന്നതാണ് കുടമുല്ല പൂ എന്ന് പറയുമ്പോൾ നല്ല ഒരു പൂ തന്നെ, ഒരു കുടം പോലെ വലിയ പൂവായിരിക്കും. അരിമുല്ല എന്ന് പറയുമ്പോൾ കൊച്ചുമുല്ല. അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറയുക, പവിഴമുല്ലെന്നൊക്കെ പറയും. അങ്ങനെ പലതരത്തിലുള്ള മുല്ലപ്പൂക്കളുണ്ട്. ഇവിടെ രാത്രിപ്പറ്റ കുരുക്കുത്തി മുല്ലകൾ. എന്തിനാ ഈ രാത്രിപ്പറ്റ എന്ന് പറയുന്നത്? എല്ലാ പൂക്കളും രാത്രിയിൽ തന്നെയാണ് വിരിയുന്നത്, അല്ലേ? ആ വിരിഞ്ഞ രാത്രിയിലാണ് സുഗന്ധം വരുന്നത്. രാവിലെ ആകുമ്പം നല്ലപോലെ വിടർന്ന് വിലസി നിൽക്കുന്ന പൂക്കളെയാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാരിജാതമല്ല, രാത്രിയിൽ വിടുന്നൊരു പൂവ് വിരിയുന്നത് കാണാൻ തന്നെ അത് ക്യാമറയിൽ പകർത്താൻ വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു കഥ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിശേഷണം മുല്ലയ്ക്കാണ്, കുരുക്കുത്തി മുല്ലകളാണ്, കൊച്ചു മുല്ലപ്പൂക്കൾ. രാജമുദ്രയണിഞ്ഞ അപ്പം മുല്ലപ്പൂക്കൾ മാത്രമല്ലല്ലോ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പൂക്കളൊക്കെ നമ്മൾ കാണുന്നില്ലേ, നമ്മൾ കേട്ടില്ലേ? ഓരോ പൂവിൻ്റെ സൗന്ദര്യം എടുത്തു പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഈ ചെറിയ ഭംഗി നിറഞ്ഞ കൊച്ചു മുല്ലപ്പൂവിൻ്റെ കാര്യം പറയുന്നു. പിന്നെ എന്താണ്? കുരുക്കുത്തി മുല്ലകൾ. പിന്നെ അടുത്തത് രാജമുദ്രയണിഞ്ഞ ചെന്താരികൾ. ചെം എന്ന് ഉദ്ദേശിക്കുന്ന ചുവപ്പ് എന്ന നിറത്തെയാണ്. ചുവന്ന താര എന്ന് വെച്ചാൽ ചുവന്ന പൂക്കൾ. രാജമുദ്രയണിഞ്ഞ, രാജമുദ്ര എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗാംഭീര്യത്തോടെ രാജാവിൻ്റെ കിരീടം പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. നല്ല ഭംഗിയോടെ തിളങ്ങുന്ന ചുവപ്പോടെയൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം. രാജമുദ്രയണിഞ്ഞ ചെന്താരികൾ, ചുവന്ന പൂവുകൾ, വെളുത്ത മുല്ലപ്പൂവുകൾ. അത് മാത്രമല്ല ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ. അവിടെ പ്രത്യേകം നോക്കുക, കുങ്കുമ നിറത്തിലുള്ള പൂക്കൾ ഏതായിരിക്കും? നമുക്കെല്ലാം അറിയാം, വാടാമുല്ലപ്പൂക്കൾ. വാടാമുല്ലെന്ന് വാടാമല്ലി എന്നൊക്കെ പറയും. ഒരു വയലറ്റ് കളറുള്ള കുങ്കുമ അല്ലാത്ത ഒരു തരം വയലറ്റ് നിറമുള്ള ആ പൂവിനൊരു പ്രത്യേകത, വാടത്തില്ല. പൂ എത്ര ദിവസം കഴിഞ്ഞാൽ അതിന് നിറം മങ്ങി കുഴഞ്ഞു പോകുന്നത്, വാടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊക്കെ പൂക്കടകളിലൊക്കെ ഉള്ളൂ, വീടുകളിൽ അങ്ങനെ കാണുന്നില്ല. ഭൂമി ചാർത്തിയ, അതിനെ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഭൂമി എന്താ പറയുക, ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമി ഇട്ടിരിക്കുന്ന പൊട്ടാണ്, കുങ്കുമപ്പൊട്ടാണ്. ഭൂമിയുടെ നെറ്റിത്തടത്തിൽ അണിഞ്ഞിരിക്കുന്ന കുങ്കുമപ്പൊട്ട് പോലെയാണ് കവി അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തൂമയേറിയത്, തൂമ എന്ന് വെച്ചാൽ ഭംഗിയേറിയ വാടാമല്ലിപ്പൂക്കൾ. ഇപ്പം എത്ര പൂക്കളാണ് നമുക്കറിയുന്നതും അറിയാത്തതുമായി ഒരുപാട് പൂക്കളാണ് നമ്മുടെ ഈ ഭൂമിയാകുന്ന പൂന്തോട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, ഭൂമി തൻ്റെ അലങ്കാരത്തിന് വേണ്ടി ചാർത്തിയിരിക്കുന്ന കുങ്കുമം കൊണ്ടുള്ള പൊട്ടുപോലെ തോന്നിക്കുന്ന നല്ല ഭംഗിയുള്ള വാടാമല്ലിപ്പൂവുകൾ, അല്ലെങ്കിൽ വാടാമലരുകൾ, പിന്നെ കുരുക്കുത്തി മുല്ലകൾ, നല്ല കൊച്ചു മുല്ലപ്പൂക്കൾ, ചുവന്ന പൂക്കൾ, ചെന്താരെന്നൊക്കെ നമുക്ക് പിരിച്ചെഴുതാൻ അത് വീഡിയോയിൽ പറയാം. ചെന്താരുകൾ എങ്ങനെയാണ് പിരിച്ചെഴുതുക എന്നുള്ളത്. അതുപോലെ ഭൂമി ചാർത്തിയ കുങ്കുമപ്പൊട്ടുപോൽ, ഭൂമിയുടെ സൗന്ദര്യം പിന്നെ വെളിവാക്കുന്ന, അതിനുവേണ്ടി പിന്നെ
അണിഞ്ഞിരിക്കുന്ന കുങ്കുമപ്പൊട്ടാണോ എന്ന് തോന്നിപ്പിക്കുമാറ് വിരിഞ്ഞു നിൽക്കുന്ന കുങ്കുമപ്പൂവുകൾ. ഇതെല്ലാം മണ്ണിൻ്റെ സ്വപ്നങ്ങളാണ് എന്ന് മാത്രമല്ല, ഇതൊക്കെ മണ്ണിലുള്ളതാണ്. അവയൊന്നും സ്ഥിരമായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നകാരെ നോക്കൂ. കവിതയുടെ ആദ്യ മൂന്ന് വരികൾ, 3 ഖണ്ഡികയിൽ എത്ര പൂക്കളെക്കുറിച്ച് നമുക്ക് പൂക്കളുടെ പേരൊക്കെ നമുക്കറിയാവുന്ന മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, ജമന്തിപ്പൂവ്, പിന്നെ കോളാമ്പിപ്പൂവ്, റോസപ്പൂവ്, മുല്ലപ്പൂവ്, ചുവന്ന പൂക്കൾ, കുങ്കുമപ്പൂവ്, അല്ലേ? ഇവയൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്കവിടെ അറിയേണ്ടത്, നമ്മളവിടെ പിടിച്ചിരുത്തുന്നത് ഈ പൂക്കളുടെയൊക്കെ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയും കവിതയുടെ